അത് ഈ ഹോസ്പിറ്റലിലാണ്, അതായത് മുക്കത്തുള്ള KMCTയിലാണ് കേട്ടോ. മറ്റേ എന്താ പറയുക, അതാ ഇതൊന്ന് പറിക്കാൻ വന്നതിന് ഓൾ ഇവിടെ ഉണ്ടാക്കാത്ത ലഹളല്ല. അതായത് സ്റ്റാഫിൻ്റെ ഒക്കെ പെരുമാറ്റം, ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്, നമുക്ക് നമ്മളെ സജഷൻസും കംപ്ലയിൻസും ഒക്കെ അവരോട് പറയാം കേട്ടോ. നിന്നു നിക്ക് ഒന്നര മണിക്കൂറായി കളിച്ചിന്. അത് ടാറ്റു അല്ല, പറിക്കാതെ വെക്കാന്. കേറിപ്പോ വീട്ടിലേക്ക്. അവിടെയൊക്കെ ആന്റിലാറ് പേടിയാണ് ചുബിക്ക. രക്തം കണ്ട തലറങ്ങി വെക്കുന്ന ടീമാ അത്. പറഞ്ഞൊരച്ച അപ്പൊ ഗൈസ്, അന്നൂസ് കാണിച്ചു കൂട്ട പുകയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഒന്ന് 6 lakhന്റെ സെലിബ്രേഷൻ ഉണ്ട്, ജീവന്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ലിഫ്റ്റ് ഇറങ്ങാനായി. അപ്പൊ ഗൈസ്, നമ്മള് ഡിസ്ചാർജ് ആയി പോവാണ്. പിന്നെ രോഗി എവിടെ? നല്ല രോഗിയാ. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോവാണ്. നമ്മളോട് അല്ലേ പോവല്ലേ? ജോബിക്ക് ഇവിടെ ഇട്ട് പോകാൻ വലിയ താല്പര്യമില്ല, ഇവിടെ അങ്ങോട്ട് പിടിച്ചേക്കണേ. ഇമ്മത്തൊന്നും ഉണ്ടാത്ത നിങ്ങളെന്താ പറയ്? നന്നായി പറ ജു പറയ്. കണ്ടമ്മ ഇന്ന് ഞങ്ങൾ തമ്മിലൊരു ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ചിന്ന സൗന്ദര്യ പിണക്കുണ്ടായി. അതിനുള്ള പിണക്കാണ് ഈ പറയടോ. ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോവാണ് എന്നുള്ള. എന്റെ അമ്മാനോട് നാക്കടക്കാൻ പറഞ്ഞോണ്ടി, പൊട്ട് കിട്ടും പറഞ്ഞാണ്ടി അമ്മാനോട്, മനസ്സിലായ? ഡോക്ടർ ഏതാ ഇപ്പൊ തന്നെ മുട്ടായി തീറ്റ തുടങ്ങി. ഡോക്ടർ ഇതൊന്നും തുടരുത് പറഞ്ഞല്ലോ എന്നോട്. എന്താണെങ്കിലും തിന്നണില്ലേ? ചിരി കുറച്ച് അന്യൂസിനോട്. അന്യൂസ് എപ്പോഴും വെറുതെ ചിരിച്ചോണ്ടിരിക്കും. ചിരിക്കുട്ടി അമ്മായിയാണ് കേട്ടോ. ഞങ്ങൾ അമ്മായി എന്നാണ് വിളിക്കല്. അന്യൂസിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കുക, അമ്മായി എന്നാണ് അവിടെ വീട്ടിലെ ഏറ്റ പേര്. അപ്പൊ സാധനങ്ങൾ ഉണ്ടാക്കാം പാപ്പ. അത് സാധാരണ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ എല്ലാവരും റിവ്യൂസ് ഒക്കെ ചോദിക്കലുണ്ടല്ലോ. നല്ല റിവ്യൂ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഡോക്ടർ പേരെന്തായിരുന്നു? ദീപക്. നല്ല ഡോക്ടറാട്ടോ. കാരണം നമ്മള് ഈവൻ ഓപ്പറേഷന് കയറുന്നതിന് മുമ്പും ഒക്കെ നമ്മളോടൊന്ന് സംസാരിക്കലും അല്ലേ അമ്മ? നല്ല സഹകരണമുള്ള ഡോക്ടറാട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഇല്ല ഡോക്ടർമാര് നോക്കി കുത്തർക്കല്ലാണ്ട് പരിപാടി. ഓക്കെ, അതുണ്ട്. കണ്ടിട്ട് ഡോക്ടറെ ഓക്കെ. ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരാളെടുത്ത് പറയാൻ വയ്യ. എല്ലാവരും നല്ല ഡോക്ടേഴ്സാണ്. പ്രത്യേകിച്ച് പിന്നെ അന്വേഷണം വന്ന് ട്രീറ്റ് ചെയ്ത ലേഡി ഡോക്ടേഴ്സൊക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു.
ഓക്കെ. അന്വേഷ എനിക്ക് എന്താണ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്? തിന്നണ തിരക്കില്ല, ഒന്നെങ്കിൽ ചിരിക്കുക അല്ലെങ്കിൽ തിന്നുക. ഈ ഒന്നും ഇല്ലെങ്കിൽ ഒരു രോഗിയല്ലടോ. ആ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അറിയാം. ഒരുപാട് നഴ്സുമാർ നോക്കിക്കണല്ലോ. ഡോക്ടറാണ് അത്, നഴ്സ് അല്ലല്ലോ. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഇത് വെറുതെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നേരെ പോകുന്നു. എനിക്ക് ഒരുപാട് പണികൾ ഇവിടെ ചെയ്ത് തീർക്കാണ്ട്. അതല്ല, കാണാൻ വന്നവർ വന്ന ഫ്രൂട്ട്സ് ഒക്കെ തിന്ന് തീർക്കണ്ടേ. എനിക്കുള്ള പണി ഞാൻ തന്നെ ഇറക്കണ്ടേ അല്ലേ? അല്ല എന്നു അല്ലേ ജീവോ അല്ലേ അല്ലേ? ആ അതാർക്കണം. പിന്നെ ഇവളുണ്ടാക്കിയ പുകിലിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ഇവളെ കൈമ കുത്തീനെ മറ്റേ എന്താ പറയാ, അതാ ഇതൊന്ന് പറിക്കാൻ വന്നീന്. ഓൾ ഇവിടെ ഉണ്ടാക്കാത്ത ലഹളല്ല. പോരാത്തിന് പിന്നെ ആ ഉള്ളാക്കിട്ട ആളേ അല്ല ഇവിടെ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എല്ലാം തരില്ല മാഷാല്ലാ. ഓക്കെ ഇല്ല ഉണ്ടാക്കട്ടെ. എന്നാ പോവല്ലേ, വീട്ടിൽ പോവല്ലേ? ബില്ലടിച്ചു. നമുക്ക് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് മെഡിസിനും ഇതൊക്കെ ഫ്രീ ആയിരുന്നു. റൂമിന്റെ ഒരു ഡേക്ക് എത്ര 3000 ആ റേഞ്ചാണ്. 3000 ആ റേഞ്ചാണ്. 4 ദിവസമല്ലേ നമ്മൾ നിന്ന്, അപ്പോൾ കറക്റ്റാ. ഓക്കെ, അപ്പോൾ പോവാ. 4 ദിവസമല്ല, നമ്മൾ എത്ര ദിവസം നിന്ന്? ആണ്. അപ്പോൾ കറക്റ്റാ. ഓക്കെ, അപ്പോൾ എന്തായാലും വാ ഇറങ്ങാം. അപ്പോൾ ഗൈസ് എല്ലാവരും പറയലുണ്ട് ജുബി ഒരു പണിയെടുക്കലില്ല എന്ന്. ഞാൻ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ അറേഞ്ച് ചെയ്യാന്നുള്ള ഒരു മഹത്തായ പണിയോട് എടുക്കുന്നുണ്ട്. എൻ്റെ അല്ലേ എടുത്തോ. ഞാൻ ഭാരമേറിയ ഡിക്കുകൾ അടക്കുന്നുണ്ട്. അടക്കണില്ല എന്താ ഞാൻ ചെയ്തോളാം. ഇത്ര ഭാരിച്ച പണികളൊന്നും ഈ ചെയ്യണ്ട. ഉൾപ്പില്ലല്ലോ, ഞാനല്ല അത് ഫുള്ള് ഏറ്റി ഇവിടെ കൊണ്ടു വെച്ചത്. പിന്നെ ഏത് ഹോസ്പിറ്റലിലെന്ന് വെച്ചിരുന്നത് ഈ ഹോസ്പിറ്റലിലാണ്. അതായത് മുക്കത്തുള്ള KMCTയിലാണ് കേട്ടോ. KMCT ഇനി വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മുക്കത്തുള്ള KMCTയിലാണോ എന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു. ഓക്കെ, വേറെ എവിടെ ഉണ്ടോ KMCT? ഞാനും കേട്ടിട്ടില്ല. എന്തായാലും നമുക്ക് റൂമിൽ പോവാം. ഈ ലിഫ്റ്റ് കയറുമ്പോൾ എന്താ എനിക്ക് ഇത്ര തോന്നാൻ ആലോചിക്കാൻ? ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചോളൂ. അതിപ്പോ ലിഫ്റ്റ് കയറുമ്പോൾ എല്ലാവരും മനസ്സിലാതെ തന്നെയാണ് ഇത് പൊട്ടിയോ എന്നായിരിക്കും ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങോളാം. അപ്പോൾ പോണി മുമ്പ് വേറെ ഒരു ചെറിയ ഫോർമാലിറ്റി ഉണ്ട്. ഫോർമാലിറ്റി അല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതായത് സ്റ്റാഫിൻ്റെ ഒക്കെ പെരുമാറ്റം, ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്, നമുക്ക് നമ്മളെ സജഷൻസും കംപ്ലയിൻസും ഒക്കെ അവരോട് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നുമില്ല. ഞങ്ങളെല്ലാം എന്താ പറയുക എക്സലൻ്റ് തന്നെ ടിക്കറ്റ് കൊടുത്തേക്കണ്. ഓക്കെ അല്ലേ? കംപ്ലൈൻറ്റ് എന്തുണ്ടാ ഉണ്ടോ? ആലോചിച്ച് നോക്ക്. ഇല്ല, അമ്മക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? ഇല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാം നല്ല സർവീസ് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എല്ലാം കഴിഞ്ഞു, ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എന്നാ പോരെ എനിക്ക് പോവാ. ജീവനിപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി.